ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഡെയിലി ക്ലീനിങ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ക്ലീനിങ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ രാവിലെ തന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ മോള് സ്കൂളിൽ പോയിട്ടുണ്ട്, ഇസോടെ കളിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാക്ക പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും. ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ ആണല്ലോ. ഇത് വെള്ളിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ദിവസം നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കിച്ചണിൽ നിന്ന് വേഗം ഫ്രീ ആയിട്ട് ഇറങ്ങുക കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പണികൾ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോൾ ഇന്നിതാ ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ട ദിവസമാണ് കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ മാറ്റൽ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്ന് എനിക്ക് സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഒന്നും ആവില്ലല്ലോ. ചില ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് പണി തീർക്കുന്നത്? എനിക്കൊക്കെ രാവിലെ മടിയാണെന്ന്. അപ്പോൾ മടി എന്ന് വെച്ചാൽ അത് ഏത് ആക്റ്റീവ് ആയിരിക്കുന്ന വ്യക്തിക്കും മടി ഉണ്ടാവും കേട്ടോ. രാവിലത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷേ നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് മടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം മൊത്തത്തിൽ ചീത്തയായി പോട്ടോ. വൈകുന്നേരം ആയാലും നമ്മളെ പണികളൊന്നും തീരൂല. പിന്നെ നമ്മുടെ മക്കളൊക്കെ വരും, ഈവനിങ് ആയാൽ അവർക്ക് സ്കൂൾ വിട്ട് വരും. പിന്നെ ആ സമയത്ത് നമ്മൾ കുളിക്കാതെ അല്ലെങ്കിൽ നിസ്കരിക്കാതെ നമ്മളെ പണികളൊന്നും തീർക്കാതിരുന്നാൽ നമ്മൾ ആ ഒരു ദിവസം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന പണിയിൽ എൻകറേജ് ആയിട്ട് ആ പണികൾ നല്ല നീറ്റിലും ക്ലീൻ ആയിട്ടും ചെയ്ത് തുടങ്ങുക. ചെയ്തങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ അങ്ങ് ചെയ്തോളൂ കേട്ടോ. അതാ പറഞ്ഞത്, നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക. ഇന്നത്തെ പണികൾ, എൻ്റെ പണികൾ ഞാൻ തന്നെ തീർക്കും, അല്ലാതെ വേറെ ആരും നമ്മുടെ പണികളൊന്നും വന്ന് ചെയ്യൂലല്ലോ. അപ്പം നമ്മൾ തന്നെ തീർക്കും, ഞാൻ വെറുതെ ഇരിക്കൂല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഇതിന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ബെഡ് സെറ്റാക്കലും റൂമൊക്കെ സെറ്റാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നിതാ ഞാൻ പറഞ്ഞില്ല കുറച്ചൊരു ക്ലീനിങ് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഈ ഒരു നമുക്ക് റൂമിൽ വേറെ ഷെൽഫോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമുക്ക് അത്യാവശ്യം വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മക്കൾക്കുള്ള നെയ്സൽ ഡ്രോപ്സ്, അതുപോലെ നമ്മുടെ കുറച്ച് സ്പ്രേ കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഞാൻ പെട്ടെന്ന് ആവശ്യം വരുന്ന 2-3 ഐറ്റംസ് അത് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ മേലെയാണ് കേട്ടോ വെക്കൽ. അപ്പം നമുക്ക് അത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു ചെറിയൊരു സ്പ്രേ എടുത്തിട്ട് നമ്മുടെ റൂമിലും ബെഡിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഫ്രഷ് എനർജിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കിയ സ്പ്രേ ഒക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഭയങ്കര കുത്തുന്ന സ്മെല്ലൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ആക്കാത്ത സ്പ്രേ, ആ ഒരു സ്പ്രേ ഇതിനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എടുത്ത ബെഡ്ഷീറ്റൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ. ചില ദിവസം ഞാൻ മൊത്തത്തിലൊന്ന് തട്ടിക്കൊട്ടി വിരിച്ചതിന് ശേഷമാണ് അടിച്ചു വാരുക. ചില ദിവസം ഓരോരോ റൂം തട്ടിയിട്ട് അങ്ങനെ അടിച്ചു വാരി എടുക്കലാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ മൂഡ് എങ്ങനെയാണ് അതേപോലെ ചെയ്യുക. എല്ലാ ദിവസവും ഇപ്പോൾ നമ്മൾ ഒരേപോലെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ 2 റൂമൊക്കെ അടിച്ചു വാരി ഇനിയിപ്പോൾ ഞാൻ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ അധിക ദിവസം ഞാൻ രാവിലെ തന്നെ എണീറ്റ പാട് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി ഇടും. പിന്നെ നമ്മളെ മക്കൾ ചെറിയ മക്കളൊക്കെ അല്ലേ, അവരിതിൽ കയറിയിട്ടൊക്കെ സെറ്റാക്കി തരും കേട്ടോ അവരും. പിന്നെ നമ്മൾ എങ്ങനെ തട്ടിക്കൊട്ടി വിരിച്ചാലും നമ്മുടെ ഈ ഒരു സെറ്റി കാര്യങ്ങളിലൊക്കെ എപ്പോഴും പൊടികളുണ്ടാവും. അപ്പോൾ ഈ ഒരു അലർജിയോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ സെറ്റിയൊക്കെ ഇങ്ങനെ തട്ടിയെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു തുണി വെറുതെ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം തട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പൊടീൻ്റെ അലർജിയും പൊടിയൊക്കെ നമ്മുടെ മൂക്കിലേക്ക് ഓവറായിട്ട് അടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ചെയ്തതിന് ശേഷം ഇതാ പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചൊക്കെ വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വാഷ് ബേസിനൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. വാഷ് ബേസിന് നമ്മൾ രാവിലെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മാത്രമല്ലേ വീട്ടിലുണ്ടാവുള്ളൂ, ഞാൻ അങ്ങനെ യൂസ് ആക്കാറൊന്നുമില്ല. പിന്നെ രാത്രി ആകുമ്പോൾ പിന്നെ മക്കൾ വന്നാൽ പിന്നെ യൂസ് ചെയ്യൽ തുടങ്ങും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ് മൈക്രോ ഫൈബറിൻ്റെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മുടെ ആ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. നമ്മൾ ചെയ്യുന്ന പണി നീറ്റായിട്ട് ചെയ്യുക. അതുപോലെ പെട്ടെന്ന് നമ്മളങ്ങോട്ട് ക്ലീൻ ആക്കി പോകുമ്പോൾ നമ്മൾ ചെയ്ത ഭാഗം എന്താ പറയുക, കാണുന്ന സ്ഥലം മിനുക്കി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. എല്ലാ ഭാഗവും നന്നായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേബിളിൻ്റെ ഷീറ്റിൻ്റെ അടിയിലൊക്കെ എയർ ബബിൾസ് കയറിയിട്ടുണ്ട് കേട്ടോ. മോള് ചെറുതായത് കാരണം നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് വിരിച്ചാലും അവളത് പൊളിച്ചെടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങനെ എയർ ബബിൾസ് ഒന്നും കയറാറില്ല. ഇനിയിപ്പോൾ അവൾ കുറച്ച് വലുതാകുന്നത് വരെ ഇത് തന്നെ ആയിരിക്കും സ്ഥിതി.
അതിന് ശേഷം ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നിനിപ്പോൾ എനിക്ക് കിച്ചണിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെ പരിപാടി അതുപോലെ പാത്രം കഴുകൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കുപ്പിയും പാത്രങ്ങളൊക്കെ വെക്കുന്ന റാക്കില്ലേ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടി ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, ചെറിയ ചെറിയ നമ്മൾ കുപ്പി വെക്കുന്നതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയൊക്കെ വീണിട്ടുണ്ടാവും. അത് നമ്മൾ തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ എനിക്കെന്തോ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇതിങ്ങനെ നീറ്റാക്കി എടുക്കാറുണ്ട്. എന്തായാലും പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു ബ്രഷ് വെച്ചിട്ട് തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരച്ചെടുത്തു. പിന്നെ നമ്മുടെ ഈ ഒരു സൊല്യൂഷനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് കേട്ട് ചിലപ്പോൾ ചടക്കുന്നുണ്ടാവും കേട്ടോ. വിനാഗിരിയും ബേക്കിംഗ് സോഡയും വെച്ചിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മുടെ കുപ്പികളൊക്കെയാണ്, അതും ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുക. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുപ്പികളല്ലേ, അപ്പോൾ എന്തായാലും ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഒരു ബോട്ടിലിൽ കുറച്ചൊരു വിനാഗിരിയും അതുപോലെ ബേക്കിംഗ് സോഡയും തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുപ്പീൻ്റെ അടപ്പൊക്കെ നല്ല ടൈറ്റായിട്ട് തന്നെ മുറുക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തുടച്ചെടുക്കുക കേട്ടോ. കുപ്പീൻ്റെ മൂടിയിലൊക്കെ ഡിസൈനുള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഒന്ന് ക്ലീൻ ആക്കി നോക്കുക. ഇനിയിപ്പോൾ അതാ എനിക്ക് വിനാഗിരി വിട്ടിട്ടുള്ള ഒരു കളിയും ഇല്ല കേട്ടോ. അതെനിക്ക് എന്താ പറയുക, നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ല ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്കൊരു തുണി മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഓയിലിൻ്റെ ഒക്കെ ബോട്ടിലില്ലേ അതിൻ്റെ പുറത്ത് എന്തായാലും ഓയിലൊക്കെ ഇത്തിരിയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ ആ ഓയിലൊന്നും പോവില്ല. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ ആ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ നീങ്ങി പോകട്ടോ. അപ്പോൾ അത് നല്ലൊരു അടിപൊളി ടിപ്പാണ്. പിന്നെ ഇപ്പോൾ അതാ ഫസ്റ്റത്തെ റാക്കൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നെക്സ്റ്റ് റാക്ക് എടുത്തിട്ട് വലിച്ചിടുന്നത്. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ വലിച്ചിടുകയാണെങ്കിൽ ഒരാൾ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ആകെ മിസ്സായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക. ഓരോന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ഓരോന്ന് എടുക്കുക കേട്ടോ. പിന്നെ എന്താ ഈ മൂടിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഞാൻ അതിനായിട്ട് വെച്ചതാണ് കേട്ടോ. ആ ഒരു ടൂത്ത് ബ്രഷ് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുക, പിന്നെ ഒരു തുണി വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പം ഞാനിതുപോലെ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അധികം പൊടിയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആ ഒരു കുപ്പിയുമായിട്ട് ആ ഒരു പൊടീൻ്റെ കുറച്ചിങ്ങനെ ആയിട്ടുണ്ടാവുക. പിന്നെ ഞാൻ ഓരോരോ ബോട്ടിൽസ് ഒഴിയുമ്പോൾ അതിലേക്ക് ഫില്ലാക്കുന്നതിന് മുമ്പേ ആ ഒരു ബോട്ടിൽ കഴുകിയിട്ട് പിന്നെ ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ അതിലേക്കുള്ളതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കൽ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനൽ തുടക്കണമെങ്കിൽ എനിക്ക് സ്ലാവിൻ്റെ മേലെ കയറണം. അങ്ങനെ ഞാൻ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഇതാ നമ്മൾ തുടച്ച ക്ലോത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒലുമ്പി പിഴിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കല്ലിൽ അലക്കുകയും വേണം കേട്ടോ. അത് ഞാൻ ലാസ്റ്റാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ തുടക്കലും കൂടി റൂമൊക്കെ ഞാനൊന്ന് തുടച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലിയ ഡീപ്പായിട്ട് തുടക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ മക്കളങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയാലേ ഉണ്ടാവുള്ളൂ നമുക്ക് ക്ലീൻ ആക്കിച്ച് തുടക്കാനൊക്കെ ഉണ്ടാവുക. പിന്നെ നമ്മൾ തുടക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞാക്ക വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞാക്ക പള്ളിയിൽ പോയി വരുമ്പോഴത്തേക്ക് എൻ്റെ ഈസുവിൻ്റെയും കുളിയൊക്കെ കഴിയണം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി. അപ്പം നമ്മൾ എന്താ പറയുക, ആഴ്ചയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാസത്തിലുള്ള ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ വീട് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതാ ക്ലീനൊക്കെ വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ എടുത്ത ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തുണികളും കൂടി ഒന്ന് മടക്കി വെക്കാനുണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യം കുറച്ചൊരു വെയിലൊക്കെ കിട്ടിയിട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയല്ലായിരുന്നോ. ഇതിപ്പോൾ 2 ദിവസത്തെ തുണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മടക്കി വെച്ചിട്ട് കുളിക്കാനും കൂടി ഉണ്ട് കേട്ടോ. കുഞ്ഞാക്ക വരുമ്പോഴത്തേക്ക് ഇത് ചെയ്യണം. വെള്ളിയാഴ്ച ദിവസം ആകുമ്പോൾ എന്തായാലും കുഞ്ഞാക്കാക്ക് വേഗം കുളിക്കണം കേട്ടോ. പള്ളി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കുളിക്കാണ്ട് നിൽക്കുന്നതൊക്കെ കണ്ടാൽ ഇഷ്ടമല്ല കേട്ടോ ആൾക്ക്. അപ്പോൾ ഞാനും മോളും കൂടെ വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിന് മുമ്പ് ഈ പരിപാടികളൊക്കെ ഒന്ന് തീർക്കട്ടെ. പിന്നെ മടക്കി വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ മടക്കി വെക്കുക. ഹറിബറി ആയിട്ട് മടക്കി വെക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ അലമാരിൻ്റെ ഉള്ളൊക്കെ ആകെ മെസ്സായിട്ട് കിടക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ ക്ലീനിങ് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റൊക്കെ ആക്കിയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നത് വരേക്കും എല്ലാവരോടും ബൈ, ടേക്ക് കെയർ.